ഇടുക്കി നെടുങ്കണ്ടത്ത് എഴുകുമയിൽ എന്ന സ്ഥലത്ത് അമ്മയും അപ്പനെയും മകൻ വെട്ടിക്കൊലപ്പെടുത്തി. ക്രൂരമായ കൊലപാതകമായിരുന്നു. രണ്ടുപേരെയും വീട്ടിനകത്താണ് കൊലപ്പെടുത്തി കിടത്തിയിരിക്കുന്നത്. 26 വയസ്സുള്ള മകൻ അജീഷ് ലഹരിക്കടിമയാണ്. അയാളെ അവർ ഡി അഡിക്ഷൻ സെൻറ്ററിൽ 2-3 ആഴ്ച മുമ്പ് കൊണ്ടുപോയിരുന്നു. വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഇപ്പോഴേ അതിക്രൂരമായി രണ്ടിനെയും വെട്ടിക്കൊല്ലുകയായിരുന്നു വീട്ടിനകത്ത് വെച്ച്. അയാൾ നാട്ടുകാരും പോലീസും വന്നപ്പം അയാൾ പറഞ്ഞ വിശദീകരണം, ദൈവം വിളിച്ചു, അതിനാൽ രണ്ടുപേരെ ഞാൻ ദൈവത്തിലേക്ക് അയച്ചു. അവർ രണ്ടുപേരും സ്വർഗത്തിലേക്ക് പോയി. ഏതോ ഒരു ശക്തി തൻ്റെ അടുത്ത് പറഞ്ഞു അവരെ എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് അയക്കാൻ. പിശാചുക്കളെ ഞാൻ ബഹിഷ്കരിച്ചിട്ടുണ്ട്, മാതാപിതാക്കളെ സുരക്ഷിതമായി ദൈവത്തിൻ്റെ പക്കൽ ഏൽപ്പിച്ചു എന്നാണ് പോലീസിൻ്റെ അടുത്ത് പറയുന്നത്. പിതാവ് ആൻ്റണിയും ഭാര്യ വത്സമ്മയും അവരുടെ 26 വയസ്സുള്ള മകനെ കുറേ നാളുകളായിട്ട് ആ കുടുംബം വളരെ സമാധാനക്കേടിലായിരുന്നു. നല്ല മദ്യപാനി ഇയാൾ. പല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തു. പക്ഷേ ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടത്തുമെന്ന് ഒരിക്കലും മാതാപിതാക്കൾ ചിന്തിച്ചില്ല. മകനല്ലേ. പക്ഷേ തൊട്ടടുത്ത മുറിയിൽ ആൻ്റണിയുടെ അമ്മ കിടപ്പുണ്ടായിരുന്നു. അവർക്കല്പം ചെവി കേൾവിക്കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പുറത്ത് വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയത്തെ ആ സംഭവങ്ങളൊന്നും അവർ കണ്ടുമില്ല. ആ ശബ്ദവും കേട്ടില്ല. പക്ഷേ അവരെ ഒന്നും ചെയ്തില്ല. കൊച്ചുമകനായതുകൊണ്ട് അവരെ വെറുതെ വിട്ടിട്ടുണ്ടാവാം. പക്ഷേ അവരെ രണ്ടുപേരെയും അപ്പനെയും അമ്മയും വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പം മറ്റേ കാര്യം ചിലപ്പം ആ ഭീകര അന്തരീക്ഷത്തിൽ മറന്നുപോയതുമാകാം. ഏതായാലും വല്യമ്മ അപ്പുറത്തെ മുറി കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അവർ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. വീടിനകത്തുള്ള ഈ നിലവിളിയും ബഹളവും ഈ വെട്ടി വീഴ്ത്തുന്ന സംഭവങ്ങളൊന്നും ആ ശബ്ദങ്ങളും ഒന്നും അവർ കേട്ടില്ല. അവർക്ക് കേൾവിക്കുറവുണ്ട്. അവരറിഞ്ഞേയില്ല. നാട്ടുകാർ എല്ലാം വന്ന് വീട് ചവിട്ടിപ്പൊളിച്ചെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ വല്യമ്മ അപ്പുറത്തെ മുറിയിൽ കിടപ്പുണ്ട്. ഒന്നും അറിയാത്ത പോലെ കിടക്കുകയാണ്. അതിദാരുണമായ ഒരു കൊലപാതകമാണ്. ഏതായാലും പോലീസ് അവിടെ എത്തി രണ്ടുപേരെയും ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി. നാട്ടുകാരുമുണ്ട്. ഇയാളെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ 2-3 ആഴ്ച മുമ്പ് അയച്ചിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. കുറച്ചുകൂടെ അഗ്രസീവായിട്ട് അയാൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഏതായാലും അയാൾ അന്ധമായി ഈശ്വരനെ വിശ്വസിച്ച് അവരിലേക്ക് മാതാപിതാക്കളെ അയച്ചു എന്ന് ആണ് അയാൾ പറയുന്നത്. അയാൾക്ക് വലിയ ആശ്വാസമായി, സമാധാനമായി. ഏതോ ഒരു ശക്തിയാണെന്നൂടെ പറയുന്നുണ്ട്. ദൈവം വിളിക്കാൻ, ദൈവത്തിൻ്റെ അടുത്തേക്കാണ് ആ ശക്തി അയക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. പിശാചുക്കളെയെല്ലാം ബഹിഷ്കരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് അയാൾ പറയുന്നില്ല. മാതാപിതാക്കളെ സുരക്ഷിതമായൊരു സ്ഥലത്ത് ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള സംസാരമാണ് പറയുന്നത്. പക്ഷേ നാട്ടുകാർക്കും വീടിന് ചുറ്റുമുള്ളവർക്കൊക്കെ അറിയാം, ഇയാൾ 24 മണിക്കൂറും മദ്യത്തിലാണ്, ലഹരിയിലാണ്. അയാളെ നാട്ടുകാർക്ക് തന്നെ ഭയമായി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ വീട്ടിലാണ് അതിക്രമം കൂടുതലും കാണിക്കുന്നത്. വെളിയിലോട്ട് അത്ര അറിയപ്പെട്ടിട്ടില്ലെങ്കിലും നല്ല മദ്യപാനിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് പല വീടുകളിലും ഇതുപോലെയുള്ള കുട്ടികളെ കുറച്ചുകൂടെ ഏർലി സ്റ്റേജിൽ 18, 19, 20 വയസ്സ്, 25 വയസ്സ്, 20 വയസ്സിനകത്തൊക്കെയാണ് ഈ രീതിയിലുള്ള പ്രവൃത്തി കാണുന്നത്. പക്ഷേ 26 വയസ്സിലും അയാളെ ആ അന്ധവിശ്വാസത്തിലും പിശാചുക്കളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുന്നത് മദ്യപാനത്തിൻ്റെ മാത്രമല്ല, അയാളുടെ മാനസികമായി അയാൾ രൂപീകരിച്ചിരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് കാട് കയറിപ്പോയി എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. ഇയാൾ പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം, നല്ല ഭക്തനുമായിരിക്കാം, പക്ഷേ ചിന്തകൾ ഈ രീതിയിലേക്ക് വന്നു. എന്തായാലും അതിദാരുണമായ ഒരു കൊലപാതകമാണ് ഇടുക്കി എഴുകുമയിലിൽ നടന്നത്.